CPM-ന് കൊല്ലം കോർപ്പറേഷൻ പിഴ നൽകിയിട്ടുണ്ട്. 3.5 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നാണ് CPIM ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഫ്ലെക്സുകളും തോരണങ്ങളും ഒക്കെ സ്ഥാപിച്ചതിന് ഹൈക്കോടതി ഇന്നലെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ പിഴയടയ്ക്കാനുള്ള നോട്ടീസ്. അപ്പോൾ ഷമീർ അബ്ദുൾ ഉണ്ട് നമുക്കൊപ്പം. ഷമീർ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനൊക്കെ അതിരൂക്ഷമായി വിമർശനം ഉന്നയിച്ചതാണ്. പിന്നാലെ ഇപ്പം പിഴയും വന്നല്ലേ? തീർച്ചയായിട്ടും ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ ഇതിനു മുമ്പും കൊല്ലത്തുകൂടി സഞ്ചരിക്കുമ്പോൾ കൊല്ലം റെസ്റ്റ് ഹൗസിലെത്തിയപ്പോൾ സമാനമായി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത് കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി അടിച്ചു മാറ്റിയ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് വലിയ രീതിയിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ശകാരം കേൾക്കുകയും 24 മണിക്കൂറിനുള്ളിൽ ഇത്തരം ഫ്ലെക്സുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ച ശേഷം അദ്ദേഹം അതിൻ്റെ വിശദീകരണം ചോദിച്ചു. അന്ന് തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഇതെല്ലാം നീക്കം ചെയ്ത് അതിനുശേഷമാണ് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വരുന്നത്. അദ്ദേഹം വീണ്ടും ഇതുവഴി സഞ്ചരിച്ചപ്പോഴാണ് ഇത്തരത്തിൽ റോട്ടിൽ കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് കൊല്ലം വഴി കണ്ണടച്ച് വരാൻ കഴിയില്ല എന്ന് കോടതി വിമർശിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്കാണ് ഇപ്പോൾ പിഴ കോർപ്പറേഷൻ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. 20 ഫ്ലെക്സ് ബോർഡുകളും 2500 കൊടിയും കിട്ടിയതിനാണ് ഈ പിഴ. 3.5 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് ഈ പിഴ അടയ്ക്കണമെന്നാണ് സെക്രട്ടറി ഇപ്പോൾ പാർട്ടിയെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഫീസ് അടച്ച് നിയമാനുസൃതം ഫ്ലെക്സ് സ്ഥാപിക്കാൻ CPM അനുമതി തേടിയിരുന്നുവെന്ന് CPM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി വ്യക്തമാവുകയും ചെയ്യുന്നു. എന്തായാലും CPM നേതൃത്വം അപേക്ഷ നൽകിയെങ്കിലും കോർപ്പറേഷൻ ഇതിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് CPM-ന്റെ വിശദീകരണമുള്ളത്. എന്തായാലും നിയമാനുസൃതമായുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് CPM പറയുമ്പോൾ മറിച്ച് കോടതി പറയുന്നത് റോട്ടിൽ കൊടിതോരണങ്ങളും അതുപോലെ ഫ്ലെക്സ് ബോർഡുകളും കാണാതെ പോകാൻ കഴിയില്ല. ഇത് നിരന്തരമായി കൊല്ലത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു എന്നാണ് ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വെച്ച് വിമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഫ്ലെക്സ് കൊടിതോരണ വിവാദം ഇപ്പോൾ വലിയ രീതിയിൽ ഈ സമ്മേളനത്തിനിടയിൽ കൂടി ഇപ്പോൾ വ്യാപകമായി ആ വിവാദം ആളിക്കത്തുകയാണ് സേതുലക്ഷ്മി.